എല്ലാവരും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ പരിസരമെല്ലാം കാണാൻ ആഗ്രഹം പറഞ്ഞവർക്കുള്ളതാണ്. കാര്യമായിട്ടൊന്നുമില്ല. ഞാനിന്ന് ഷോപ്പിങ്ങിനൊരു 10-25 കിലോമീറ്റർ ദൂരെയുള്ള സ്ഥലത്ത് പോകുന്നുണ്ട്. അപ്പോൾ അതിൽ വഴിയിലുള്ള കാഴ്ചകൾ കാണിച്ചു തരാം. പിന്നെ പറ്റുന്ന സ്ഥലത്ത് ഷോപ്സിലുള്ള കാര്യങ്ങളും എടുത്തിട്ടുണ്ട്. പിന്നെ എനിക്ക് ആൾക്കൂട്ടത്തിലെല്ലാം റെക്കോർഡ് ചെയ്യാൻ കുറച്ച് മടിയുള്ള കൂട്ടത്തിലാണ്. അതുകൊണ്ട് ഷോപ്പിൻ്റെ അകത്തൊന്നും അധികം എടുത്തിട്ടില്ല. പറ്റുന്ന സമയത്ത് ഞാൻ പിന്നെ ഒരു വീഡിയോ ഉണ്ടാക്കാം. ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ട് നല്ല റഷ് വന്നിരിക്കും, അതുകൊണ്ടാണ് അതിന് മെനക്കെടാഞ്ഞത്. ഇതിപ്പം റോഡിൻ്റെ സൈഡിലെല്ലാം ക്യാമറ ഉണ്ട് എന്നുള്ള വാർണിംഗ് സൈൻസ് വെച്ചതാണ്. അപ്പോൾ അത് കാണുമ്പോൾ എല്ലാവരും അലേർട്ടായിട്ട് കുറച്ച് സ്പീഡെല്ലാം കൺട്രോൾ ചെയ്യും. പിന്നെ സ്പീഡ് ലിമിറ്റ് അവിടെ മാറിക്കൊണ്ടിരിക്കും. 100 പെട്ടെന്ന് ഇപ്പോൾ 60 ആയി. ഇങ്ങനെ റോഡിൻ്റെ സൈഡിൽ ടൗണിൻ്റെ നടുക്കന്നെ ഇങ്ങനെ ഹെക്ടേഴ്സ് ഓഫ് ബാരൻ ലാൻഡൊക്കെ ഉണ്ടാവും. അതിൽ നിറയെ കാങ്കറൂസും ഉണ്ടാവും. ചിലപ്പോൾ അതുങ്ങളെല്ലാം ചാടി റോഡിലേക്ക് വരും, ആക്സിഡൻ്റ് ആവുമെല്ലാം ചെയ്യും. പിന്നെ റോഡ് റൂൾസ് എല്ലാം ഒരുവിധം എല്ലാവരും ഫോളോ ചെയ്യും, കാരണം നല്ല ഹെവി ഫൈനാണ്. അതുകൊണ്ട് ഡ്രൈവ് ചെയ്യാൻ കുറച്ച് എളുപ്പമുണ്ട്. പിന്നെ ഞാനൊരുവിധം എല്ലാ സാറ്റർഡേയ്സും വരുന്നൊരു സബർബായത്. ഇവിടെയാണ് നമുക്ക് ഒരു മലയാളി കടയുണ്ട്. അവിടെ ഒരുവിധം എല്ലാ സാധനങ്ങളും കിട്ടും. പിന്നെ അതുപോലെ മീൻ അതൊക്കെ മേടിക്കാൻ ഇവിടെ വരിക. നല്ല മഴക്കാറും എല്ലാം ഉള്ളൊരു ദിവസമായിരുന്നു, പക്ഷെ അങ്ങനെ പെയ്തൊന്നുമില്ല. ഇവിടെ ഇങ്ങനെ ഹൈ റൈസ് ബിൽഡിങ്സ് വളരെ കുറവായിരിക്കും. അങ്ങനെ ബിൽഡിങ്സ് എടുക്കാനൊക്കെ നിറയെ റെസ്ട്രിക്ഷൻസ് എല്ലാം ഉണ്ട്. സിറ്റിയിൽ പോയി കഴിഞ്ഞാൽ നിറയെ അങ്ങനത്തെ ബിൽഡിങ്സ് കാണും. ബാക്കിയെല്ലാം മോസ്റ്റ്ലി സിംഗിൾ സ്റ്റോറി ഷോപ്സും ഒക്കെ ആയിരിക്കും. മുന്നിൽ കാണുന്നത് ഒരു ഹോട്ടലാണ്. ഈ പ്രദേശത്തുള്ള വളരെ ചുരുക്കം ഹൈ റൈസ് ബിൽഡിങ്സിൽ അതാണ് ഒന്ന്. ഇത് കെ-മാർട്ട് എന്ന് പറയുന്ന ഒരു സൂപ്പർ മാർക്കറ്റാണ്. ഒരു വലിയ മോളിൻ്റെ അകത്തുള്ള ഒരു വലിയ സെക്ഷൻ കെ-മാർട്ടിൻ്റെതാണ്. അവിടെ ഇങ്ങനെ നമുക്ക് പറ്റിയ ഡേ ടു ഡേ തിങ്സ് എല്ലാം അവിടെ നിന്ന് മേടിക്കുക. എനിക്കിന്ന് കുറച്ച് എൻ്റെ നായ്ക്ക് പറ്റിയ സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അതിൻ്റെ ട്രീറ്റൊക്കെ കഴിഞ്ഞു. പിന്നെ അതിനൊരു ബെഡ് മേടിക്കാനുണ്ടായിരുന്നു. അതിനൊരു സ്വഭാവമുണ്ട് ഇങ്ങനെ മാന്തി പറിക്കുന്നത്. അതുകൊണ്ട് ബെഡൊക്കെ ചീത്തയാക്കി. ഇതിപ്പം കെ-മാർട്ടിൻ്റെ അകത്ത് ഞാൻ ഒന്ന് ഓടിച്ച് റെക്കോർഡ് ചെയ്തതാണ്, ആൾക്കാരില്ലാത്ത സ്ഥലം നോക്കിയിട്ട്. സാറ്റർഡേ ആയതുകൊണ്ട് ഭയങ്കര ക്രൗഡായിരുന്നു. ബെഡൊക്കെ നോക്കി ഞാൻ ലാസ്റ്റ് ഇവിടുന്ന് എടുത്തില്ല, വേറൊരു ഷോപ്പിൽ പോയി. അവിടെ പിന്നെ തീരെ റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല, അത്ര റഷായിരുന്നു. പിന്നെ ഡോഗിൻ്റെ ഓരോരോ ചെറിയ ചെറിയ തിങ്സ്. ഈ ബ്രാൻഡ് ആങ്കോ എന്ന് പറയുന്നത് ഒരു നമുക്ക് എവറിഡേ യൂസിന് പറ്റിയ ഒരു ബ്രാൻഡാണ്. കുറേ നല്ല വെറൈറ്റി തിങ്സ് ഉണ്ടാവും, നല്ല റീസണബിൾ പ്രൈസിന്. ഇത് ലിക് മാറ്റ്സാണ് നായ്ക്ക് വേണ്ടിയിട്ട്. ഇത് പിഗ് ഇയേഴ്സ് ഉണക്കിയതാണ്, റിയൽ പിഗ് ഇയേഴ്സ് ട്രീറ്റ് പോലെ കൊടുക്കാൻ. ഈ ബെഡ് എനിക്ക് ഇഷ്ടപ്പെട്ടിരുന്നു. പിന്നെ കുറേ ആലോചിച്ചിട്ട് അതവിടെ വെച്ചിട്ട് വന്നു. പിന്നെ വേറൊരു കടയിൽ നിന്നാണ് ബെഡ് എടുത്തത്. പിന്നെ നമ്മളൊന്ന് ഭക്ഷണമെല്ലാം കഴിച്ച് ഇവിടുന്ന് ഇറങ്ങി മീനൊക്കെ വിൽക്കുന്ന സ്ഥലത്തേക്ക് പോവും. ആ സബർബ് ഇത് തൊട്ടടുത്ത് തന്നെയുള്ള ഏരിയയാണ്. ഇവിടെ ഇങ്ങനെ കുറേ ചെറിയ ചെറിയ കടകളുണ്ടാവും. നമുക്ക് പറ്റിയ കുറേ സാധനങ്ങൾ ഇവിടെ കിട്ടും. പല കൾച്ചറിലുള്ള സാധനങ്ങളുണ്ടാവും. ഇത് കണ്ടില്ല, അഫ്ഗാൻ ഷോപ്പ് അത്. പിന്നെ നിറയെ ഗ്രീക്ക്, ഇറ്റാലിയൻ, ലെബനീസ്, ചൈനീസ്, വിയറ്റ്നാമീസ് അങ്ങനത്തെ കടകളെല്ലാം ഉണ്ടാവും. നിറയെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും എല്ലാം ഇവിടെ കിട്ടും. മീൻ, ഇറച്ചി അതെല്ലാം ഇവിടെ ഉണ്ടാവും. പിന്നെ ചെറിയ ചെറിയ നമ്മളെ
അലൂമിനിയത്തിൻ്റെ പാത്രങ്ങൾ, പിന്നെ വലിയ കത്തികൾ, അതെല്ലാം ഈ വിയറ്റ്നാം എന്നെല്ലാം വരുന്നത് ഇവിടെ നല്ല സാധനങ്ങൾ കിട്ടും. ഇവിടുന്ന് ഞാൻ മീനും പിന്നെ കുറച്ച് പച്ചക്കറി ഫ്രൂട്ട്സ് എല്ലാം മേടിച്ചു. എന്നിട്ട് പിന്നെ മലയാളി കടയിലേക്ക് പോവാണ്. മലയാളി കട പണ്ട് ഞാൻ വന്ന ടൈമിന് ചെറിയൊരു കടയായിരുന്നു, അതിപ്പം വലുതാക്കി ഒരു വലിയ ഗോഡൗൺ എടുത്തിട്ട് അവർ അവിടെയാണ് ഇപ്പോൾ ചെയ്യുന്നത്. മുരിങ്ങക്കായ ഉണ്ടല്ലേ, $25 എന്ന് പറഞ്ഞിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് മുറുക്കാണ്, ഈ സെക്ഷൻ മുഴുവൻ മുറുക്കാണ്. പിന്നെ നെയ്യ്, എണ്ണ എല്ലാം വലിയ ക്യാനിലും ടിന്നിലെല്ലാം ആക്കി വെച്ചിട്ടുണ്ട്. ഒരുവിധം എല്ലാ സാധനവും ഉണ്ടാവും. പിന്നെ ശ്രീലങ്കൻസിനും ഫിജിയൻസിനും അറബ്സിനും എല്ലാം പറ്റിയ സാധനങ്ങളുണ്ട്. അതുകൊണ്ട് നമ്മൾ നാട്ടിലൊന്നും കാണാത്ത തരത്തിലുള്ള അരികളും സാധനങ്ങളും കാണാം. ബാക്കി കൾച്ചേഴ്സിനും കേറ്റർ ചെയ്യുന്നുണ്ട്. നെയ്യപ്പം, ഉണ്ണിയപ്പമൊക്കെ ഫ്രോസൺ ആയിരുന്നു. ഞാൻ എപ്പോൾ വന്നാലും ഇവിടെ നിന്ന് എടുക്കുന്നതാണ്. പഴംപൊരി ഫ്രോസൺ, അതൊരു 10-20 എണ്ണ ഉള്ളൊരു പാക്കറ്റ് അത്. പിന്നെ പ്ലാസ്റ്റിക് വാഴയിലയും മേടിച്ചിട്ടുണ്ട്. പിന്നെ എല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് രാത്രിയായി. ഇതെൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള ടൗണാണ്. വീട്ടിൽ നിന്ന് ഒരു 5 മിനിറ്റ് ഡ്രൈവേ ഉള്ളൂ. ഇന്ന് മേടിച്ച മത്തി, അത് നല്ല ഫ്രഷ് ആയിരുന്നു. മീനിൻ്റെ മുട്ട ഉണ്ടായിരുന്നു, അത് ഞാൻ റെക്കോർഡ് ചെയ്യാൻ മറന്നുപോയി. പിന്നെ ഇത് ഞാൻ മേടിച്ച ബെഡ് നല്ല സ്മൂത്തായിട്ടുണ്ട് ഒരു സൈഡ്, അത് തിരിച്ച് മറിച്ചു വിടാം. അപ്പോൾ ഇപ്പോഴത്തേക്ക് ഞാനത് മറിച്ചിടുകയാണ്, അല്ലെങ്കിൽ അതെല്ലാം ചീത്തയാക്കും. പിന്നെ അതിന് പറ്റിയ ട്രീറ്റ്സ്, ഡെൻറ്റൽ സ്റ്റിക്സ്. പിന്നെ നായ്ക്ക് പല്ലൊക്കെ ക്ലീൻ ആവണമെങ്കിൽ ഈ ഇങ്ങനത്തെ ചൂയീസ് കൊടുത്താൽ ക്ലീൻ ആവുമെന്നാണ് പറയുക. പിന്നെ ഈ ബോൺസ്, ഡ്രൈഡ് ബോൺസ്, ഇത് ആർട്ടിച്ചോക്ക് എന്ന് പറഞ്ഞിട്ടൊരു വെജിറ്റബിളാണ്. എപ്പോഴും മേടിക്കണം എന്ന് വിചാരിക്കും, പക്ഷെ ഇത് കുക്ക് ചെയ്യാൻ അറിയാത്തതുകൊണ്ട് എടുക്കില്ല. ഇന്ന് ഒന്നെടുത്ത് നോക്കിയിട്ടുണ്ട്. പിന്നെ വന്നിട്ട് ഞാൻ മീനിൻ്റെ മുട്ട പൊരിച്ചു, അതാണിത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. താങ്ക്സ് കേട്ടോ.